ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമഃ കുർമഃ കായേന വചസാ ധിയാ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രോതാക്കൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ നിന്ന് സദ്യോമുക്തി, ക്രമമുക്തി എന്നീ മോക്ഷമാർഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. 3-ാമത്തെ അധ്യായത്തിൽ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനായിക്കൊണ്ട് ഏതേത് ദേവതകളെ ആരാധിക്കണം എന്നതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. കാമ്യോപാസനകളെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ അധ്യായം. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഇങ്ങനെയുള്ള കാമ്യോപാസനകളെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ പുറപ്പെടുന്നത്. നാരായണ സ്മരണയോടുകൂടിയിട്ട് ശരീരം ഉപേക്ഷിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്ന് ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. നാരായണ സ്മരണയോടുകൂടിയിട്ട് ശരീരം ഉപേക്ഷിക്കാൻ ആവുന്നതുവരെ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ആ നാരായണൻ്റെ തന്നെ പല രൂപത്തിലുള്ളതും ഭാവത്തിലുള്ളതും ആയ ദേവതകളെ സാമാന്യ ലൗകിക ജീവിതത്തിന്, ലൗകിക വ്യവഹാരങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമാറ് എപ്രകാരം ഉപാസിക്കണം എന്നതിനെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഓരോരോ ഉപാസനാ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. പിബന്തിയേ ഭഗവത ആത്മനഃസതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. സജ്ജനങ്ങൾക്ക് ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാകുന്ന അമൃതിനെ കാതുകളാകുന്ന കുമ്പിളുകളിൽ കോരി നിറച്ച് യാതൊരാൾ പാനം ചെയ്യുന്നുവോ അങ്ങനെയുള്ളവർ വിഷയവാസനകളാൽ വിശേഷേണ ദുഷിച്ചിരിക്കുന്ന അന്ധക്കരണത്തെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പാദകമലങ്ങളെ പ്രാപിക്കുന്നു. ഹരി സർവത്ര സർവദാ. ശ്രീഹരി എല്ലാവിധത്തിലും എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും ശ്രവണീയനും കീർത്തനീയനും സ്മരണീയനും ആകുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആ സൂചിതമായ വിഷ്ണുഭക്തിയുടെ വൈശിഷ്ട്യത്തെ വ്യക്തമാക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. ഏവമേതന്നിഗദിതം പൃഷ്ടവാൻ യദ്ഭവാൻ മമ നൃണാം യന്മ്രിയമാണാനം മനുഷ്യേഷു മനീഷിണം. മനുഷ്യജന്മം കൈവരിച്ചതിൽ വിദ്വാൻമാരായി ഭവിച്ചവരും മരണാസന്നരുമായ ആളുകൾക്ക് അനുഷ്ഠിക്കാൻ ഉതകുന്ന എന്തിനെക്കുറിച്ചാണോ അങ്ങ് എന്നോട് ചോദിക്കുകയുണ്ടായി അതെല്ലാം ഇപ്രകാരം പ്രസ്താവിക്കപ്പെട്ടു.
ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാപതീൻ. ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവൻ വേദാധിപതിയായ ബ്രഹ്മാവിനെയും ഇന്ദ്രിയങ്ങൾക്ക് വിശേഷ ശക്തി വേണം എന്നാഗ്രഹിക്കുന്നവൻ ഇന്ദ്രനെയും സന്തതി ഉണ്ടാകണമെന്ന് മോഹമുള്ളവൻ ദക്ഷ പ്രജാപതിമാരെയും ഉപാസിക്കേണ്ടതാണ്. ദേവിം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസുൻ രുദ്രാൻ വീര്യകാമോധ വീര്യവൻ. ഐശ്വര്യം വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ദുർഗാ ഭഗവതിയെയാണ് ഉപാസിക്കേണ്ടത്. തേജസ്സാണ് കാക്ഷിക്കുന്നതെങ്കിൽ അഗ്നിദേവനെ ഉപാസിക്കണം. വസുകാമനാണെങ്കിൽ, അതായത് ധനം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അഷ്ടവസുക്കളെയും, വീര്യം കാക്ഷിക്കുന്നവൻ പ്രത്യേകം പ്രഭാവത്തോടു കൂടിയ രുദ്രന്മാരെയുമാണ് ഉപാസിക്കേണ്ടത്. അന്നാദ്യകാമസ്ത്വതിഥിം സ്വർഗകാമോ ദ്വിതേസുതൻ വിശ്വാൻ ദേവാൻ രാജ്യകാമ സധ്യാൻ സംസാധകോ വിശം. ചിലർക്ക് വിശിഷ്ട ഭോജ്യങ്ങളോട് താല്പര്യമുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ അതിഥി ദേവിയെ ആരാധിച്ചുകൊള്ളൂ. സ്വർലോകത്തെ ആഗ്രഹിക്കുന്നവൻ ആദിതയുടെ പുത്രന്മാരായ ദ്വാദശാദിത്യന്മാരെയാണ് ആരാധിക്കേണ്ടത്. രാജ്യം കാക്ഷിക്കുന്നവൻ വിശ്വേ ദേവകളെയും രാജ്യത്തിലെ ബഹുജനങ്ങളുടെ സ്വാധീനം ആഗ്രഹിക്കുന്നു എങ്കിൽ സാധ്യ ദേവന്മാരെയും ഉപാസിക്കണം. ആയുഷ്കാമോശിനോ ദേവോ പുഷ്ടികാമ ഇളം യജേത് പ്രതിഷ്ഠാകാമപുരുഷോ രോദസി ലോകമാതരൗ. ജീവിച്ച് കൊത്തുതീരാത്ത ആളുകളുണ്ട്. ആയുസ് നീട്ടിക്കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ, അങ്ങനെ ദീർഘായുസ് വേണം എന്നുള്ളവർ അശ്വിനി ദേവപ്രീതി കൈവരുത്തണം. അഭിവൃദ്ധിക്ക് വേണ്ടി ഭൂമിദേവിയെയും തങ്ങളുടെ സ്ഥാനത്തിന്, പദവിക്ക്, നിലയ്ക്ക് കോട്ടം തട്ടരുത് എന്ന മോഹമുള്ളവർ ലോകമാതാക്കളായ ദ്യാവാപൃഥ്വികളെയും ഉപാസിക്കേണ്ടതാണ്. രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോപ്സര ഉർവശിം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം. സൗന്ദര്യം മോഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഗന്ധർവന്മാരെ ഉപാസിക്കണം. സ്ത്രീയെ കാക്ഷിക്കുന്നവർ അപ്സരസായ ഉർവശിയെ ആരാധിക്കണം. സകലരുടെയും ആധിപത്യം ആണ് കാക്ഷിക്കുന്നതെങ്കിൽ ബ്രഹ്മാവിനെ ഉപാസിക്കുക. യജ്ഞം യജേത് യശസ്കാമ കോശകാമ പ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാം സതിം. കീർത്തി കൈവരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ യജ്ഞസ്വരൂപനായ മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. കോശത്തെ, അതായത് ധനശേഖരത്തെ ആഗ്രഹിക്കുന്നവൻ വരുണനെ ആരാധിക്കണം. വിദ്യയുണ്ടാകണം എന്ന് മോഹിക്കുന്നവൻ വിദ്യാമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെയും, ദാമ്പത്യസുഖം കാക്ഷിക്കുന്നവൻ സാധ്വിയായ ശ്രീ പാർവതിയെയും ആരാധിക്കൂ. ധർമാർത്ഥ ഉത്തമശ്ലോകം തന്തും തന്വൻ പിതൃൻ യജേത് രക്ഷാകാമ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ. ധർമ്മ തൽപരർ ഉത്തമശ്ലോകൻ എന്ന ഉപാധിയോടുകൂടിയ വിഷ്ണുവിനെയും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ളവൻ പിതൃദേവന്മാരെയും ബാധകളെ അകറ്റി നിർത്തേണ്ടതിനായി യക്ഷന്മാരെയും ഓജസ് ആർജിക്കാനായി ദേവവൃന്ദങ്ങളെയും ആണ് ഉപാസിക്കേണ്ടത്.
രാജ്യകാമോ മനൂൻ ദേവൻ നിരൃതിം ത്വഭിചരൻ യജേത് കാമകാമോ യജേ സോമമകാമ പുരുഷം പരം. ചിലർക്ക് രാജാവാകണം എന്ന ആഗ്രഹമുണ്ടാവാം. അങ്ങനെ ആഗ്രഹമുള്ളവർ മന്വന്തരങ്ങളെ പരിപാലിച്ച ദേവന്മാരെ ആരാധിക്കണം. അന്യരെ ദ്രോഹിക്കണം എന്ന് വിചാരമുള്ളവരുണ്ടാകാം. ശത്രുനാശം കാക്ഷിക്കുന്നവരെ നിരൃതിയെയാണ് ഉപാസിക്കേണ്ടത്. ഭോഗേച്ഛയുള്ളവൻ ചന്ദ്രനെ ഉപാസിക്കണം. അകാമനായ വ്യക്തി, ആഗ്രഹമൊന്നുമില്ലാത്ത വിരക്തനായ വ്യക്തി, പ്രകൃതിയിൽ നിന്ന് അതീതനായി നിലകൊള്ളുന്ന സർവേശ്വരനെ ഉപാസിക്കൂ. അകാമ സർവകാമോ വാമോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഏതാവാനെ വയജതാമിഹ നിശ്രേയസോദയ ഭഗവത്യജലോ ഭാവോ യത് ഭാഗവത സംഗത. ആഗ്രഹമെല്ലാം അകന്നിരിക്കുന്ന ഏകാന്തഭക്തനായാലും ആഗ്രഹമെല്ലാം ഉള്ളവനായാലും മോക്ഷത്തെ കാക്ഷിക്കുന്നവനായാലും അവൻ ബുദ്ധി മഹത്വത്തോടുകൂടിയവനായിട്ട് കർശനമായ ഭക്തിയോഗം കൊണ്ട് പ്രകൃതി അതീതനായ സർവേശ്വരനെ തന്നെ ഉപാസിക്കുക. ഇവിടെ പറഞ്ഞ പ്രകാരത്തിൽ യജതാം നാനാ ദേവന്മാരെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന ശ്രേയസ്സിൻ്റെ ഉദയം ഇത്രമാത്രമാണ്. എന്തെന്നാൽ ഭാഗവത സംഗത ഭഗവതി അചലഭാവ. ഭഗവത് ഭക്തന്മാരുടെ സമ്പർക്കം കൊണ്ട് ഭഗവാൻകൽ അചഞ്ചലമായ ദൃഢമായ ഭക്തി ഉണ്ടാകുന്നു. പല ദേവന്മാരെയും പല കാര്യങ്ങൾക്കായി മന്ദബുദ്ധികളായ ആളുകൾ ഉപാസിക്കുന്നു. പക്ഷേ അവർക്കുണ്ടാകുന്ന സിദ്ധി നശ്വരമാണ്, നിസ്സാരവുമാണ്. മനുഷ്യന് വേണ്ടത് പരമപുരുഷാർത്ഥമായ സംസാര നിർമുക്തിയാണ്. ഇതിന് ഭക്തിയോഗത്തിലൂടെ പരമപുരുഷനായ വിഷ്ണുവിനെ തന്നെ ഭജിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും മറ്റുള്ള ദേവന്മാരുടെ ഭജനം ഭക്തിയോഗത്തിന് സഹായകമായേക്കാം. അതിനാൽ അത്തരത്തിലുള്ള ആരാധനകൾ വർജിക്കണം എന്ന് ഋഷിമാർ ഉപദേശിക്കുന്നില്ല. ഇത്തരം ദേവോപാസനകൾ സത്സംഗത്തിനും തദ്വാര മനപ്രസാദനത്തിനും കാരണമായേക്കാം. അകാമനും സർവകാമനും ആരാധിക്കാൻ യോഗ്യനായിരിക്കുന്ന ഭഗവാനെ ഉപാസിച്ചാൽ പിന്നെ വേറെ ആരെയും പ്രത്യേകം ഉപാസിക്കേണ്ടതായിട്ടില്ല എന്നും കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നിശ്ചലമായിരിക്കുന്ന ഭക്തി ലാഭമാണ്. ഭക്തി ഉണ്ടാവലാണ് എല്ലാ സാധനങ്ങളുടെയും ആത്യന്തികമായിരിക്കുന്ന താല്പര്യം. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഭഗവാനെ ഉപാസിച്ച് തുടങ്ങിയാൽ ക്രമേണ ആ ഭക്തി എല്ലാ ആഗ്രഹങ്ങൾക്കും അതീതമായിരിക്കുന്ന ഒരു നിലയിലേക്ക് എത്താൻ നമ്മെ അനുഗ്രഹിക്കും. ഭഗവത് കഥകൾ കേൾക്കുകയും ഭഗവാനെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഹൃദയം ശുദ്ധാവും. ശുദ്ധമായ മനസ്സിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവും. ആ ഭക്തി കൊണ്ട് ഒരാളുടെ ഹൃദയശുദ്ധി കൊണ്ട് സത്വഗുണപ്രധാനായിരിക്കുന്ന ആ സജ്ജനം അജ്ഞാനത്തെ നശിപ്പിച്ച് മോക്ഷമാർഗത്തിൽ സഞ്ചരിച്ച് ആ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ പ്രാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് സൂതപൗരാണികൻ ആ സദസ്സിൽ വർണ്ണിച്ച് കേൾപ്പിച്ചു. അത് കേട്ടപ്പോഴാണ്
വീണ്ടും ശൗനകാദികളുടെ ചോദ്യം: അല്ലയോ സൂത, പിന്നെ എന്തൊക്കെയാ സൂത പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്? പിന്നീടുള്ള അവരുടെ ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ വിസ്തരിക്കുകയാണ്. സജ്ജനങ്ങളുടെ മധ്യത്തിൽ ഇരുന്നിട്ടാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത്. പരീക്ഷത്ത് പരമഭക്തനാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് പോലും ഭഗവാനെ പറ്റിയിട്ട് കേട്ടും പറഞ്ഞും ഒക്കെ വളർന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ശുഖബ്രഹ്മർഷിയെ പോലുള്ളൊരു മഹാത്മാവ് തീർച്ചയായിട്ടും ഭഗവാനെ പറ്റിയിട്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ പരമജ്ഞാനിയായിരിക്കുന്ന ശ്രീശുഖബ്രഹ്മർഷിയിൽ നിന്ന് ഒഴുകി വരുന്ന ഭാഗവതാമൃതത്തെ പരീക്ഷത്ത് തീർച്ചയായിട്ടും വിസ്തരിച്ച് കേട്ടിട്ടുണ്ടാവും. സൂര്യൻ അസ്തമിക്കണേന് മുമ്പ് ആളുകൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചിലത് ചെയ്യണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ ആൾക്കാർക്ക് അവരവരുടെ ആയുസ് നഷ്ടപ്പെട്ടു പോണത് അറിയണ പോലുമില്ല. ഉള്ള സമയം മുഴുവനും പല പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കും. ഈ ലോകത്തിപ്പോൾ മനുഷ്യനായി ജനിച്ചിട്ട് മനുഷ്യനായി ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരും ജീവിക്കണില്ലേ? എന്നാൽ അവരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വസ്ത്രങ്ങൾ, അതായത് കരുവാൻ്റെ ആലയിൽ തീയ് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഉല എന്ന് പറയും. അതിങ്ങനെ വിശറി പോലെയുള്ളൊരു സാധനം പിടിച്ചു ഞെക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരും. ആ കാറ്റ് കൊണ്ട് തീ നന്നായിട്ട് കത്തും. അപ്പോൾ പ്രത്യേകിച്ച് ഇരുന്നൂതേണ്ട ആവശ്യമില്ല. അങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന യന്ത്രമാണ് ഈ വസ്ത്രം, അതായത് ഉല. അത് ശ്വസിക്കുന്നത് പോലെ കുറേ ആൾക്കാരിങ്ങനെ ശ്വസിക്കുന്നുണ്ട്. വസ്ത്ര കിംന ശ്വസന്ത്യുത. മാത്രമല്ല പല മൃഗങ്ങളും ഇവിടെ ആഹാര വിഹാരാദികളൊക്കെ ചെയ്യുന്നുണ്ട്, വംശവർധന നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ തിര്യക് ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്കൊക്കെ ചെയ്യാൻ പറ്റാത്തതായ ഈശ്വരഭജനം ചെയ്യാൻ പറ്റണോ, സ്നേഹിക്കാൻ പറ്റണോ, ചിരിക്കാൻ പറ്റണോ, അന്യരെ ബഹുമാനിക്കാൻ പറ്റണോ, ഇങ്ങനെ ഗുണങ്ങളുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ശ്വാക്കളെ പോലെ, പന്നികളെ പോലെ, ഒട്ടകങ്ങളെ പോലെ, കഴുതകളെ പോലെ ഇങ്ങനെ ഭാരം ചുമന്ന് ജീവിക്കുന്നത് അത് മനുഷ്യന് യോജിച്ച ഒരു പ്രവൃത്തിയല്ല. ഭഗവാന്റെ മഹാത്മ്യത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് കാത് ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ എലി, പന്നി, പെരിച്ചാഴി, പാമ്പ് മുതലായ ജീവികളെ പോലെ ഒരു ജീവിയായി എന്ന് മാത്രം നിരീക്കാം. അതുപോലെ ഭഗവത് കഥ കേൾക്കാത്തൊരു കാത് ഈ ജന്തുക്കൾ താമസിക്കുന്ന പൊത്തുകൾ പോലെ ആണെന്നർത്ഥം. തിരുനാമം കീർത്തിക്കാത്ത നാവ് തവളയുടെ നാവ് പോലെ നല്ല നീളമുണ്ടാവും. തവളയുടെ നാവിന് നല്ല നീളമാണ്. അതിങ്ങനെ ദൂരത്തിരിക്കുന്ന ജന്തുവിൻ്റെ നേരെ നാവ് നീട്ടി ആ നാവുമ്പിൽ ഒട്ടിച്ചിട്ടാണ് പിടിച്ച് തിന്നുക. അങ്ങനെ നീളമുള്ള നാവുണ്ടായിട്ട് കാര്യമില്ല. അതിങ്ങനെ പേക്രോം പേക്രോം എന്ന് പറയുകയുള്ളൂ. ചിലപ്പോൾ വേദാദികളൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടാവും. അതൊക്കെ പഠിച്ചിട്ട് എന്താ അതിൻ്റെ താല്പര്യം എന്നറിയാതെ, ഈശ്വരനെ ഭജിക്കാനാണ് എന്നറിയാതെ അതിൻ്റെ
വികൃതികളിൽ അതിരമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ജീവിക്കുക എന്നർത്ഥം. തിര്യക്കുകളെ പോലെ അങ്ങനെ എന്തെങ്കിലും അശ്ലീകരായിട്ടുള്ള വാക്കുകളിങ്ങനെ ഉച്ചരിക്കുകയെ അതല്ലെങ്കിൽ അർത്ഥം അറിയാതെ അങ്ങനെ വല്ലതും പറയേ, വേറെ ആളുകളെ പറ്റി കുറ്റം പറയുകയെ, മത്സര ബുദ്ധിയോടെ സംസാരിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് നാവിനെ തിരുനാമം ചൊല്ലാൻ മാത്രം ഉപയോഗിക്കാണ്ടിരിക്കുന്നത് മഹാ അബദ്ധം തന്നെയാണ്. ഇങ്ങനെ ഭഗവാനെ നമസ്കരിക്കാത്ത ശിരസ്, ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാത്ത കാലുകൾ, എന്താ പ്രയോജനം? ഇങ്ങനെ ഓരോ ശരീരഭാഗങ്ങളും കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകളെ പോലെ കാണാൻ ഭംഗിയുണ്ടായിട്ട് കാര്യമില്ല. അവ കൊണ്ട് ഭഗവാനെ കാണണം. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാനെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഒരു തവണയെങ്കിലും ഹൃദയമലിഞ്ഞ് ഭക്തിഭാവം കൊണ്ട് രോമാഞ്ചകഞ്ചുകിതനായിട്ട് ആനന്ദ കണ്ണീര് പൊഴിക്കുന്നതായ ഒരു ഭക്തിഭാവം അതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യജന്മം കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് അല്ലേ സൂത, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഭാഗവതം പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് വളരെ നന്നായി. അതുകൊണ്ട് ഞങ്ങൾക്കിനിയും പരീക്ഷിത്ത് എന്താ ചോദിച്ചത്, ശ്രീശുഖബ്രഹ്മർഷി എന്താ അതിന് മറുപടി പറഞ്ഞത് എന്നൊക്കെ കേൾക്കാൻ അതീവ താല്പര്യമുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരൂ. അന്യ ദേവോപാസനകൾ നശ്വര ഫലപ്രദങ്ങളാണെങ്കിലും സത്സംഗത്തിനും ഹരികഥാശ്രവണത്തിനും തദ്വാര ഭക്തിക്കും മുക്തിക്കും പരോക്ഷമായി സഹായിക്കും എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി രാജാവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിന് വിരാമമിട്ടത്. സൂതൻ ഇത്രയും വിസ്തരിച്ച് കേട്ടപ്പോൾ നൈമിഷാരണ്യത്തിലെ സദസ്യരായ ശൗനകാദി മഹർഷിമാർക്ക് കഥാശ്രവണ അഭിരുചി വർദ്ധിച്ചു. പുണ്യശ്ലോകന്മാരായ ആ ബ്രഹ്മർഷിമാരുടെ ഭഗവാന്റെ ഉദാര ഗുണങ്ങളെ വെളിവാക്കുന്ന കഥകൾ പലതും ഉണ്ടാവുമല്ലോ. അവ അവരുടെ സംവാദത്തിൽ ഇനിയും വിസ്തരിക്കണം എന്ന് ഋഷിമാർ സൂതനോട് പറയുന്നു. ശൗനകാദി മഹർഷിമാരുടെ ഈ അഭ്യർത്ഥനയോടുകൂടി ദ്വിതീയ സ്കന്ധം 3-ാം അധ്യായം സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.